لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فباب النهي عن نقل الحديث وكلام الناس إلى ولاة الأمور إذا لم تدع إليه حاجة كخوف مفسدة ونحوها. പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദു സാലിഹീനിൽ ഏഷണി, അതുപോലെ തന്നെ പരദൂഷണം, ഇവയുടെയൊക്കെ ഗൗരവം നമ്മെ അറിയിക്കുന്ന ആയത്തുകളും ഹദീസുകളും അടങ്ങുന്ന പ്രമാണങ്ങളിലൂടെയുള്ള പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാബുൻ നഹി അൻ നഖ്ലിൽ ഹദീസ്, വിരോധിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. അൻ നഹിയു, വിരോധിക്കപ്പെട്ട കാര്യമാണ്. അൻ നഖ്ലിൽ ഹദീസി, ഒരു വർത്തമാനം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, ഒരാളിൽ നിന്ന് കേട്ടത് എത്തിച്ചു കൊടുക്കുക. വ കലാമിന്നാസി, ജനങ്ങളുടെ വർത്തമാനങ്ങളും, ഇലാ വുലാത്തിൽ ഉമൂരി, കൈകാര്യകർത്താക്കളുടെ അടുക്കലേക്ക്. വുലാത്തുൽ ഉമൂർ എന്ന് പറഞ്ഞാൽ കൈകാര്യാധികാരികൾ എന്നാണ്, കാര്യങ്ങൾ കൈയാളുന്നവർ, നേതൃത്വം. അപ്പോൾ നേതൃത്വത്തിൻ്റെ അരികിലേക്ക് ജനങ്ങളുടെ സംസാരങ്ങളും വർത്തമാനങ്ങളുമൊക്കെ എത്തിച്ചു കൊടുക്കൽ വിരോധിക്കപ്പെട്ടതാണ്. എപ്പോൾ? ഇദാ ലം തദഉ ഇലൈഹി ഹാജത്തുൻ, അങ്ങനെ എത്തിച്ചു കൊടുക്കൽ ഒരനിവാര്യമായ സംഗതി അല്ലെങ്കിൽ. ഏതുപോലെ? കഖൗഫി മഫ്സദത്തിൻ വനഹവിഹ, ആ കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടില്ലെങ്കിൽ വമ്പിച്ച ഫസാദുണ്ടാകും, അതേപോലെയുള്ള ഫിത്നകൾ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ എത്തിക്കാമെന്നല്ലാതെ ജനസംസാരങ്ങൾ മുഴുവനും നേതൃത്വത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് പാടില്ലാത്ത സംഗതിയാകുന്നു, അത് വിലക്കപ്പെട്ടതാകുന്നു എന്നതാണ് ഈ അധ്യായത്തിൻ്റെ ഉദ്ദേശം. തുടർന്നുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ ആയത്തിൽ നിന്നൊരു ഭാഗം ചേർത്തിരിക്കുകയാണ്. ഖാലല്ലാഹു തആല വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. എന്താണ് അല്ലാഹു പറയുന്നത്? വലാ തആവനു, നിങ്ങൾ സഹായിക്കരുത്, അലൽ ഇസ്മി, കുറ്റമുണ്ടാകുന്ന കാര്യത്തിന്, പാപകരമായ കാര്യത്തിൻ്റെ മേൽ നിങ്ങൾ സഹകാരികളാവരുത്. വൽ ഉദ്വാനി, ശത്രുതയുണ്ടാക്കുന്ന കാര്യങ്ങളിലും. അപ്പം അതിൻ്റെ തുടക്കത്തിലുള്ള ആയത്ത് എന്താണ്? വതആവനു അലൽ ബിർരി വത്തഖ്വ എന്നാണ് അതിൻ്റെ മുമ്പുള്ള വാചകം. പുണ്യം ഉണ്ടാക്കുന്ന കാര്യത്തിലും നേടുന്ന കാര്യത്തിലും ഭക്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളിലുമൊക്കെ നിങ്ങൾ പരസ്പരം സഹകാരികളും സഹായികളുമായി മാറണം. അതേ അവസരത്തിൽ വലാ തആവനു, നിങ്ങൾ സഹകാരികളായി സഹായിച്ചു പോകരുത്, അലൽ ഇസ്മി വൽ ഉദ്വാനി, കുറ്റകരമായ ശത്രുത വളർത്തുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും സഹായികളായി നിൽക്കരുത്. വഫിൽ ബാബി അൽ അഹാദീസു സാബിഖ ഫിൽ ബാബി ഖബ്ലഹു, ഈ അധ്യായത്തിലും കഴിഞ്ഞ അധ്യായത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ ഇതിനോട് ചേർത്ത് നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഇനി ഒരു ഹദീസാണ് ഈ അധ്യായത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ചേർത്ത് പറയുന്നത്.
അപ്പോൾ ആദ്യം തന്നെ ഉപോത്ബലകമായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തത്തെ കൊണ്ടാണ്. ഒരു മനുഷ്യന്മാർ പരസ്പരം ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അവർ നന്മയുടെയും തഖ്വയുടെയും മാർഗത്തിലാണ് എപ്പോഴും സഹായികളാവേണ്ടത്. വിശ്വാസികളുടെ കടമ അതാണ്. സമൂഹത്തിൽ നന്മയുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, തഖ്വയുണ്ടാക്കുന്ന ജനമനസ്സുകളിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കുന്ന, അവൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുവാൻ അവർക്ക് പ്രേരണ നൽകുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ നമ്മൾ സഹകാരികളായി നിന്നുകൊടുക്കുകയും സഹകരിക്കുകയും നമ്മെക്കൊണ്ടാവുന്ന വിധത്തിൽ എല്ലാ ഹെൽപ്പും സഹായങ്ങളും ചെയ്തുകൊണ്ട് ആ മേഖലയെ കൂടുതൽ കൂടുതൽ മികവുറ്റതാക്കി തീർക്കുവാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അതേ അവസരത്തിൽ അതിൻ്റെ നേരെ വിപരീതമായ മേഖല വിശ്വാസികൾ വളരെ ഗൗരവത്തോടെ വിട്ടുനിൽക്കേണ്ടതാണ്. അതെന്താ അള്ളാഹു പറയുന്നത്? വലാ തആവനു, അതേ അവസരത്തിൽ നിങ്ങൾ ഒരിക്കലും സഹായികളായി നിൽക്കരുത്. അലൽ ഇസ്മി, ഒരു കുറ്റം ചെയ്യുന്ന കാര്യത്തിന് നിങ്ങളായിട്ട് സഹായിച്ചു കൊടുക്കരുത്. വൽ ഉദ്വാനി, സ്നേഹത്തോടെ കഴിയുന്ന ജനതക്കിടയിൽ ശത്രുത വളർത്തുന്ന കാര്യങ്ങൾക്കും നിങ്ങൾ കാരണമാകാൻ പാടില്ല. സമാനമായ ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. ജനങ്ങളുടെ കൂട്ടത്തിൽ നന്മയുടെ താക്കോലുകളുണ്ട്, തിന്മയുടെ താക്കോലുകളുമുണ്ട് എന്ന ആശയം വരുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, കൂനു മഫാത്തിഹൽ ഖൈർ, നിങ്ങളൊക്കെ വിശ്വാസികളെ നന്മയുടെ ചാവികളായി താക്കോലുകളായി മാറണം. അഥവാ നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ, നിങ്ങൾ പറയുന്ന ഒരു വാക്കിലൂടെ, നിങ്ങൾ ഇടപെടുന്ന ഒരു ഇടപെടലിലൂടെ നന്മകളുടെ കവാടങ്ങൾ തുറക്കുവാനായിരിക്കണം അതൊക്കെ സഹായകരമാവേണ്ടത്. മറിച്ച് നിങ്ങളുടെ വാക്കോ പ്രവൃത്തിയോ മറ്റേതെങ്കിലും ഇടപെടലുകളോ ഒരു തിന്മയുടെ കവാടം തുറക്കുന്നതിന് നിമിത്തമായി പോകരുത്. കാരണം ആരാണോ ഒരു നന്മയുടെ കവാടം ഓപ്പൺ ചെയ്തതെങ്കിൽ ആ നന്മയുടെ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്ന സൽക്കർമ്മത്തിന് തുല്യമായ ഒരു പ്രതിഫലം പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഒന്നും കുറയാതെ തന്നെ അതിന് പ്രേരണയായ ആ നന്മയുടെ ഡോറ് തുറന്നുകൊടുത്ത ജനങ്ങൾക്കുണ്ടായിരിക്കും. നേരെ മറിച്ച് തിന്മക്കാണ് ഒരാൾ സഹായിയായതെങ്കിൽ അവൻ്റെ ആ സഹായത്തിലൂടെ ഒരു തിന്മ സമൂഹത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയാൽ ആ തിന്മ ആരെല്ലാം അത് ഏറ്റെടുക്കുന്നുവോ അവരുടെ എല്ലാം പാപത്തിൻ്റെ ഒരു വിഹിതം അവർക്കൊട്ടും കുറയാതെ ഈ ഡോർ ഓപ്പൺ ചെയ്ത വ്യക്തിക്കുമുണ്ടാകും എന്നതാണ്. ഇത് വളരെ ഗൗരവമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്ത്? വിശ്വാസികളോട് പറഞ്ഞത് എപ്പോഴും ബിർറ് തഖ്വ. ബിർറ് എന്ന് പറഞ്ഞാൽ പുണ്യം കിട്ടുന്ന കാര്യം തഖ്വ. ഇതിലൊക്കെ മാത്രമേ നമ്മൾ സഹായിക്കാവൂ. അല്ലാത്തടത്ത് നമ്മൾ സഹകാരികളായി നിന്നു കൊടുക്കാൻ പാടില്ല. തിന്മയോട് നിസ്സഹകരണമാണ് പാലിക്കേണ്ടത്. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, ഞാനായിട്ട് വിട്ടുനിന്നാൽ ഒറ്റപ്പെടില്ലേ എന്നൊക്കെ അവിടെ പിശാച് മനുഷ്യൻ്റെ മനസ്സുകളിൽ ദുർബോധനം നടത്തുമ്പോഴാണ് ആളുകൾ നാടോടുമ്പോൾ നടുകെ ഓടണം എന്ന് പറയുന്ന പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രം ഇതിൽ നിന്ന് വിട്ടുനിന്നാൽ ഒറ്റപ്പെടും, അതുകൊണ്ട് ഈ തിന്മയുടെ കൂടെ കൂടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ മൗനിയായി അവിടെ കൂടി അതിലെല്ലാം പങ്കെടുക്കുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും കരണീയം എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല, മറിച്ച് പൊതുവായ ഒരു കൽപ്പനയാണ്. നമ്മുടെ ഈ അധ്യായത്തിലെ വിഷയവും അല്ലാത്തതുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എല്ലാ നന്മയുടെയും ഇടങ്ങളിൽ സഹായികളായി നമ്മൾ ഉണ്ടാകണമെന്നും ഏത് തിന്മകളിൽ നിന്നും നിസ്സഹകരണം പാലിച്ചുകൊണ്ട് ശത്രുത വളർത്തുന്നൊരു കാര്യത്തിന് വേണ്ടി നമ്മുടെ സഹായം ഉണ്ടാകരുതെന്നും ഒരു പാപം നാട്ടിൽ ഉണ്ടായിത്തീരുവാൻ നിമിത്തമാകുന്ന ഒരു സഹായവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല എന്നൊക്കെ വളരെ ഗൗരവത്തോടെ അള്ളാഹു ഉണർത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ അധ്യായത്തിലുള്ളത് ഇപ്പം എന്താണ്? ജനങ്ങളിൽ നിന്ന് കേൾക്കുന്ന വർത്തമാനങ്ങൾ നേതൃത്വത്തിലേക്ക് ഇങ്ങനെ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ടോ? അത് എത്തിച്ചു കൊടുക്കേണ്ട ചില ഘട്ടങ്ങൾ ഉണ്ടാകും. അത്തരം ഘട്ടങ്ങളിലല്ലാത്തപ്പോഴൊന്നും അത് എത്തിച്ചു കൊടുക്കരുത്. അതാണ് ഹെഡിങ്ങിൽ സൂചിപ്പിച്ചത്. ഇദാലം തദുഉ ഇലൈഹി ഹാജ, അങ്ങനെ വല്ല അത്യാവശ്യവും അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന നേതൃത്വത്തിലേക്ക് കീഴ്ഘടകങ്ങളിൽ നിന്നുണ്ടായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ടെങ്കിൽ മാത്രം റിപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ
അത് നമ്മൾ അവരെ അറിയിക്കാതിരുന്നാൽ രാജ്യത്ത് ഫസാദുണ്ടാകും, കുഴപ്പമുണ്ടാകും. മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, അത് സാരല്ല എന്ന് വെച്ചാൽ അത് വിള്ളലുണ്ടാക്കും സമൂഹത്തിൽ, സൊസൈറ്റിയിൽ എന്നൊക്കെ ഭയപ്പെടുന്നു എങ്കിൽ ആ മസ്ലഹത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട്, സമൂഹത്തിൽ ഒരു ഭിന്നത വളരരുത് എന്നുദ്ദേശിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രചരണങ്ങൾ എവിടെ നിന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് സംശയദൃഷ്ട്യാ സത്യമാണെന്ന് ബോധ്യമാവുകയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ, അധികാരികളുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരാം. ഇത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരു കുടുംബത്തിലാവട്ടെ, ഒരു നാട്ടിലാവട്ടെ, ഒരു പാർട്ടിയിലാവട്ടെ, ഒരു സമൂഹത്തിലാവട്ടെ, എവിടെയും ഇതേപോലെയുള്ള ഒരു പൊതു തത്വം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി എന്താണ് ഇവിടെ ഹദീസായിട്ട് രേഖപ്പെടുത്തുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നതാണ്. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുബല്ലിഗുനി അഹദും മിൻ അസ്ഹാബി അൻ അഹദിൻ ശൈആ ഫഇന്നി ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈക്കും വഅന സലീമുസ് സദ്രി റവാഹു അബൂ ദാവൂദ് വത്തിർമിദി. എന്താ ഇവിടെ പറയുന്നത്? വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ആരാണ്? സഹാബിയായ അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? ലാ യുബല്ലിഗുനി, സഹാബത്തിനോട് പറയാണ്, ലാ യുബല്ലിഗുനി അഹദുൻ, ഒരാളും എനിക്ക് എത്തിച്ചു തരരുത്. ബല്ലഗ എന്ന് പറഞ്ഞാൽ എത്തിച്ചു എന്നാണ്. ബല്ലഗ യുബല്ലിഗു, ലാ യുബല്ലിഗുനി, എനിക്ക് എത്തിച്ചു തരരുത്. അഹദുൻ, ഒരാളും, മിൻ അസ്ഹാബി, എൻ്റെ സഹാബിമാരിൽ നിന്ന് ഒരാളും എന്നോട് എനിക്കെത്തിച്ചു തരരുത്. അൻ അഹദിൻ, മറ്റൊരാളെക്കുറിച്ച്, ശൈഅൻ, യാതൊന്നും തന്നെ. മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞു, നബിയെ നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരാളും മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ഗീബത്ത് അല്ലെങ്കിൽ ഒരു ഏഷണി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആരെക്കുറിച്ചും പരദൂഷണങ്ങൾ പറയരുത്, അവരുടെ സംസാരങ്ങൾ എനിക്ക് പറഞ്ഞു തരരുത്. എന്താ കാരണം പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ ഫൈന്നി ഉഹിബ്ബു, തീർച്ചയായും ഞാൻ ഇഷ്ടപ്പെടുന്നത്, അൻ അഖ്റുജ ഇലൈക്കും, നിങ്ങളുടെയൊക്കെ അടുത്തേക്ക് ഞാൻ പുറപ്പെട്ടു വരുമ്പോൾ, ഞാൻ നിങ്ങളുടെയൊക്കെ അടുത്തേക്ക് വന്ന് നിങ്ങളെയൊക്കെ കാണുമ്പോൾ, നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ, അങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻ അഖ്റുജ ഇലൈക്കും, നിങ്ങളിലേക്ക് ഞാൻ പുറപ്പെട്ടു വരാൻ. എപ്രകാരം? വ അന സലീമുസ് സദ്രി, മനസ്സിൽ യാതൊരു വിഷമവും ഇല്ലാത്ത ഹൃദയമായിക്കൊണ്ട്, നല്ല സുരക്ഷിതമായ ഒരു സദറോടുകൂടി. സലീം എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷപ്പെട്ടത്. ഇപ്പൊ സലീമുസ് സദർ, സദർ എന്ന് പറഞ്ഞാൽ ഹൃദയം, നെഞ്ച്. അപ്പോൾ രക്ഷപ്പെട്ട, യാതൊരു രൂപത്തിലുള്ള ആരോടും ഒരു പകയോ വിദ്വേഷമോ ഒന്നുമില്ലാത്തൊരു മനസ്സുമായിട്ട് നിങ്ങളെയൊക്കെ എല്ലാവരും ഒരേ കണ്ണോടെ കാണുന്ന ഒരാളായിട്ട് നിങ്ങളിലേക്ക് വരാനാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതൊരു വലിയ മര്യാദയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഭരണാധികാരി, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സഹാബിമാരുടെ നേതൃത്വത്തിലുള്ളയാളാണ്, നേതാവാണ്. ഏത് പ്രശ്നങ്ങളും നബിതങ്ങളാണ് കൈകാര്യം ചെയ്യുക. അവിടുന്നാണ് പള്ളിയിലെ ഇമാം, അവിടുന്നാണ് രാജ്യത്തെ കോടതിയിലെ മസ്ജിദുൻ നബവിയിലാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അവിടുത്തെ ഭരണാധികാരി, അവിടുത്തെ ഖാളി, അവിടുത്തെ എല്ലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാകുമല്ലോ. അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരെയും കാണുമ്പോൾ എല്ലാവരെയും ഒരേ മനസ്സോടെ, ആരോടും ഒരു വെറുപ്പില്ല, ആരോടും ഒരു പ്രത്യേകമായ ഒരു വിദ്വേഷമില്ല, ഒരു പകയില്ല, വളരെയേറെ സലീമു സദറായാണ്, ഹൃദയത്തിൽ ഒരു പകയും വിദ്വേഷവും ഒരു വിഷമമില്ലാതെയാണ് നബിതങ്ങൾ സഹാബിമാരെ എല്ലാവരെയും കാണുന്നത്. അതിനൊരു ഭംഗം വരുന്ന നിലക്ക് നിങ്ങളാരും എൻ്റെ അടുക്കൽ വന്നിട്ട്, നബിയെ ഇതാ ഇന്ന ആള് നിങ്ങളെക്കുറിച്ച് ഇന്നത് പറയുന്നുണ്ട്
എന്ന് എന്നോട് നിങ്ങൾ ആരും പറഞ്ഞു വരരുത്. നോക്കൂ, നിങ്ങൾ മൊത്തത്തിൽ നബിതങ്ങൾ പറയുന്നൊരു മര്യാദയാണത്. നിങ്ങളാരും എന്നോട് മറ്റൊരാളുടെ കുറ്റം വന്ന് പറയരുത്. അങ്ങനെ വന്ന് പറയുമ്പോൾ എന്തായി? എൻ്റെ ക്ലീനായ മനസ്സിൽ ആ ആളെക്കുറിച്ചൊരു ഡൗട്ട് വരും. അങ്ങനെ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷമത്തോടു കൂടെ അദ്ദേഹത്തെ ഞാൻ കാണണ്ടേ? ആ നിലക്ക് എനിക്ക് എല്ലാവരെയും കാണുമ്പോൾ ആരെക്കുറിച്ചും പ്രത്യേകിച്ചൊന്നും എൻ്റെ മനസ്സിലൊന്നും തോന്നാതെ എല്ലാവരെയും നല്ല മനസ്സോടെ കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതിന് ഭംഗം വരുന്ന നിലക്ക് നിങ്ങൾ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ സഹാബിമാരിൽ നിന്ന് ഒരാളെക്കുറിച്ചും നിങ്ങൾ ഒരാളും തന്നെ എന്ത് ചെയ്യരുത്, ഒരു വാർത്തയും എനിക്ക് എത്തിക്കരുത്. ഇതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, എന്താ ഹെഡിങ്? ഒരു നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തിക്ക് അണികളിലുണ്ടായ സംസാരങ്ങൾ എത്തിക്കാൻ പാടില്ല. അതെന്തിനാണ്? ആ വ്യക്തിയുടെ മനസ്സിൽ ഈ ആളെക്കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല ചിന്തയോടുകൂടെ പോകുന്ന ഒരു സൊസൈറ്റിയിലുള്ള ആളുകൾ പിന്നെ ഇങ്ങനെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ആളെക്കുറിച്ചൊരു വിഷമം ഉണ്ടാവില്ലേ? അള്ളാഹിൻ്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് അത് വളരെ അദബായി തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അങ്ങനെ എത്തിക്കാൻ പാടില്ല എന്ന്. അതേ അവസരത്തിൽ നോക്കൂ നിങ്ങൾ, നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഒരു കാര്യം പറഞ്ഞു. അതിവിടെ ഇമാം നവവി റഹിമഹുല്ല ഇവിടെ ഈ സബ് ഹെഡിങ് കൊടുത്തപ്പോൾ അതിലേക്ക് സൂചന കൊടുത്തു. എങ്ങനെ പറയാം, ഇങ്ങനെ ഒരു അണികളിൽ ഉണ്ടായ സംസാരങ്ങളെ നേതാവിന് എത്തിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് ഇപ്പം ഇതിൽ പറയുന്നത്. നബി തങ്ങൾ പറയും ചെയ്തു എന്നോട് പറയരുതേ എന്ന്. അതേ അവസരത്തിൽ സഹാബിമാരി എത്തിച്ചു കൊടുത്തില്ലേ? കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, ബനുൽ മുസ്തലഖ് യുദ്ധത്തിന് വേണ്ടിയുള്ള യാത്രാവേളയിൽ നബിതങ്ങളെക്കുറിച്ചും സഹാബിമാരെക്കുറിച്ചും മുനാഫിക്കുകളുടെ നേതാവും അണികളുമൊക്കെ ചില അടക്കിപ്പിടിച്ച സംസാരങ്ങൾ കേട്ടല്ലോ മഹാനായ സഹാബി. ആ സഹാബി അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയിട്ട് പറഞ്ഞു കൊടുത്തല്ലോ, ഇങ്ങനെയൊക്കെ അബ്ദുള്ള പറയുന്നുണ്ട്, നമ്മളെ മദീനത്തെത്തിയ പുറത്താക്കുന്നു, ഇവിടെ മുഹമ്മദിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ വലിയ പട്ടിണിയാണ് ഇപ്പം അനുഭവിക്കുന്നത്, അതുകൊണ്ട് അവർക്കൊന്നും നമ്മൾ സാമ്പത്തികമായിട്ട് ഒന്നും സപ്പോർട്ട് ചെയ്യരുത്. അങ്ങനെ സാമ്പത്തിക സപ്പോർട്ട് കിട്ടാനായി അവർക്ക് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ മുഹമ്മദിനെ വിട്ടു പിരിഞ്ഞ് അവരൊക്കെ പൊയ്ക്കൊള്ളും. അങ്ങനെ പിന്നെ എനിക്ക് തന്നെ ഇവിടെ നേതൃത്വത്തിലൊക്കെ വരാം എന്നൊക്കെയാണ് മുനാഫിഖ് നേതാവ് ധരിച്ചു വെച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവരെങ്ങനെ വിട്ടൂടാ. ഇത് നബിതങ്ങളുടെ കാതിൽ ഈ വിഷയം എത്തിക്കാതിരുന്നാൽ രാജ്യത്ത് ഈ അണികൾക്കിടയിൽ, പ്രത്യേകിച്ച് അവരൊരു യാത്രയിൽ ഒറ്റക്കെട്ട് എന്ന നിലക്കൊരു യുദ്ധമുഖത്തേക്ക് പോകുന്ന സമയത്ത് ഈ പിന്തിരിപ്പന്മാര് അവർക്കിടയിൽ വിള്ളലുണ്ടാക്കുന്ന വർത്തമാനം പറയുന്നത്, അത് കണ്ടില്ലെന്ന് നടിച്ച് അത് കേട്ടില്ലെന്ന് നടിച്ചാൽ ആ സംഘത്തിനിടയിൽ വലിയ ഭിന്നിപ്പുണ്ടാകും. യുദ്ധരംഗത്തെ അത് ബാധിക്കും. സഹാബിമാർക്കിടയിൽ തന്നെ അത് ഒരിടത്ത് നിന്ന് കേട്ട് കാതോട് കാതോരം പകർന്ന് വലിയ ഒരു ഫിത്തിനക്കത് വഴിവെക്കും. അതുകൊണ്ട് ആ ഡോർ അടക്കണം എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹാബി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയി പറഞ്ഞത്. എന്നിട്ടും അത് അന്ന് കളവാണ് എന്ന് അവൻ പറഞ്ഞ നേതാവ് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാവരും അത് വിശ്വസിച്ചപ്പോഴേക്ക് അള്ളാഹു ആയത്തിറക്കിയത് സൂറത്തുൽ മുനാഫിഖൂൻ അവതരിപ്പിച്ചതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടി പറയണം. അപ്പം അത്തരം നല്ല മസ്ലഹത്തുണ്ടെങ്കിൽ പറയാം. ഒന്നും കേട്ടതൊക്കെ ഒരു നേതാവിനെ കുറിച്ച് അണികൾ പറയുന്നതോ അല്ലെങ്കിൽ പൊതുവായിട്ട് അറിയിക്കേണ്ടതോ ഒന്നും അറിയിക്കേണ്ട, അതൊക്കെ രേഷണി കൂട്ടലാവും എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കൽ നമുക്ക് പാടില്ല. ഇപ്പം നമ്മൾ ഗീബത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ഗീബത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ, കടുത്ത കുറ്റാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഒരു 10ഓളം സന്ദർഭങ്ങളിൽ അത് പറയേണ്ട ഘട്ടങ്ങളിൽ പറയൽ അനുവദനീയാണെന്ന് പറഞ്ഞതുപോലെ ഏഷണി എന്ന് പറഞ്ഞാൽ ഒരാളെടുത്ത് കേട്ടത് മറ്റേ ആൾക്ക് എത്തിച്ചു കൊടുക്കലാണെങ്കിൽ അതും നിഷിദ്ധമാണ്. എന്നാൽ ഇവിടെയും അതിലും എക്സംഷൻ ഉണ്ട്. അതെന്താണ്? ചില ഘട്ടങ്ങളിൽ മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ട് ചിലത് എത്തിക്കേണ്ടി വരും. അതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ അതല്ലാത്ത നിലക്ക് ഇങ്ങനെ കേട്ടതൊക്കെ അത് നേതൃത്വത്തെ അറിയിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് വലിയൊരു വിഷയമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് അള്ളാഹിൻ്റെ നേതാവിനെ അണികളോട് വെറുതെ ഒരു നല്ല ചിന്തയുണ്ടായിരുന്നത് മാറും എന്നുള്ളതല്ലാതെ, ഒരു തെറ്റായൊരു മുഖത്തോടുകൂടെ ഒരുപക്ഷെ കണ്ടേക്കും എന്നുള്ളതല്ലാതെ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊരു ഫായിദയും മസ്ലഹത്തൊന്നും അത് പറഞ്ഞുകൊണ്ട് കിട്ടാനില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എത്തിക്കരുത് എന്നാണ്. അതാ അള്ളാഹിൻ്റെ റസൂൽ പറയണത്. എന്ത് അങ്ങനെ അതിനാണ് ഞാൻ ഇത് വിശദീകരിച്ചത്.
അപ്പം ഇവിടെ നബിതങ്ങൾ പറയുന്നത് എന്താ? അങ്ങനത്തെ കാര്യങ്ങളൊന്നും ലാ യുബല്ലിഗുനി അഹദും മിൻ അസ്ഹാബി അൻ അഹദിൻ ശൈഅ, എൻ്റെ സഹാബിമാരിൽ നിന്ന് ആരും തന്നെ മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു വാർത്ത എനിക്ക് എത്തിക്കരുത്. കാരണം ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുപോലെ കാണാനാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലശേഷം ഇന്നിപ്പോൾ നമ്മളെല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്. നമ്മളെല്ലാവരും നല്ല സ്നേഹത്തിൽ കഴിഞ്ഞു പോകുമ്പോൾ ആർക്കും ആരെക്കുറിച്ചും പ്രത്യേകിച്ച് യാതൊരു അഭിപ്രായക്കേടുമില്ല. അങ്ങനെ പോകുന്നൊരു സൊസൈറ്റിയിൽ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യാണ്? വെറുതെ ഒരു മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, മനുഷ്യന്മാരല്ലേ നമ്മൾ, ഇപ്പം നമ്മളെ മനസ്സിൽ ആ ആളെക്കുറിച്ച് എന്തായി? ആ 100% സ്നേഹമുണ്ടായിരുന്നതിൻ്റെ ആ ഗ്രാഫ് കുത്തനങ്ങോട്ട് താഴും. അതൊരു 90-ലേക്കോ 80-ലേക്കോ ഒക്കെ എത്തും. എന്താ കാരണം? ഒരു ഇറ്റിക്കൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരാൾ വന്ന് ഇറ്റിച്ചു. സത്യമാണോ അല്ലേന്നൊന്നും അറിയൂല. പക്ഷേ ഒന്നുമില്ലാതെ ക്ലീനായി കിടന്നിരുന്ന 100% സ്നേഹമുണ്ടായിരുന്ന മനസ്സിൽ ആ 100% എന്ന ആ ഗ്രാഫ് കുത്തനങ്ങോട്ട് താഴാനത് കാരണമാകും. അങ്ങനത്തെ വർത്തമാനങ്ങൾ നിങ്ങൾ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് നമുക്കെല്ലാവർക്കും ബാധകമാണ്. ഒരു കുടുംബത്തിൻ്റെ നായകനാണ് അവിടുത്തെ പുരുഷൻ. ഒരു വീട്ടിലുണ്ടാകുന്ന എല്ലാ കാര്യവും കുടുംബത്തിൻ്റെ നാഥൻ വരുമ്പോഴേക്ക് ഭാര്യ വന്നിട്ട് എല്ലാം കൂടി ജോലി കഴിഞ്ഞ് വരുന്ന ഒരു ഭർത്താവിൻ്റെ കാതിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? എത്തിച്ചു കൊടുക്കൽ അനിവാര്യമായത് എത്തിച്ചു കൊടുക്കണം. അതല്ലാത്തതൊക്കെ വീട്ടിൽ രാവിലെ മുതൽക്ക് ഭർത്താവ് ജോലിക്ക് പോയിട്ട് തിരികെ വരുന്നത് വരെ ഉണ്ടായിട്ടുള്ള എ മുതൽ സെഡ് വരെ കാര്യങ്ങൾ ഇങ്ങനെ ഈ മനുഷ്യൻ്റെ മനസ്സിലേക്ക് പറഞ്ഞ് ടെൻഷൻ ഉണ്ടാക്കണോ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അതൊരു വീട്, ഒരു സ്ഥാപനത്തിനൊരു മേലുദ്യോഗസ്ഥനുണ്ടാകും, അതിൻ്റെ കീഴിൽ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, ഒരു കമ്പനി, ഇങ്ങനെ എല്ലായിടങ്ങളിലും സൊസൈറ്റിയിൽ മുസ്ലിം സമൂഹം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏത് സൊസൈറ്റിയിലും അങ്ങനെയാണ്. ഒരു മേൽഘടകത്തിനോട് പറയേണ്ടതുള്ളൂ. കാരണം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ സൊസൈറ്റി തകരും. ഇവിടെ മുന്നോട്ട് പോകുന്ന ആ ഐക്യം ഇവിടെ നഷ്ടപ്പെട്ട് നമ്മുടെ സ്ഥാപനം തകർന്നു പോകും, അല്ലെങ്കിൽ കുടുംബ സംവിധാനത്തിൽ വിള്ളലുണ്ടാകും തുടങ്ങി എന്തെങ്കിലും മസ്ലഹത്തുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാവൂ? മറ്റൊരാളിൽ നിന്നുണ്ടായൊരനുഭവം മേൽഘടകത്തിലുള്ള ആളോട് അറിയിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കണ്ണു ചിമ്മിയ, നമ്മൾ പറയേണ്ട, നമ്മൾ അങ്ങനെ ആ ആൾക്ക് ഇയാളെക്കുറിച്ച് നല്ലൊരു മതിപ്പുള്ളതല്ലേ, അത് അങ്ങനെ തന്നെ നിലനിന്നോട്ടെ എന്നാണ് പറയേണ്ടത്. അതേ അവസരത്തിൽ ഇയാൾ ആ നല്ല മതിപ്പ് ഇയാൾ ചൂഷണം ചെയ്യുന്നുണ്ട്, അത് നിങ്ങളെ പറ്റിക്കുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോയാൽ ഈ സ്ഥാപനം തകരും എന്ന് വന്നാലോ അത് പറയേണ്ടി വരും. ഇത് വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ട്? നോക്കൂ നിങ്ങൾ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇസ്ലാമിൽ ഏത് വിഷയത്തിലേക്കാണ് ദിശാബോധം നൽകപ്പെടാത്തത്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്കാണ് ഈ ഖുർആൻ വഴി കാണിക്കുന്നത് എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എത്രത്തോളം ഈ മേഖലയിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നതാണ് ഈ ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി നോക്കൂ, ഇതൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ അറബി ഇബാറത്തുകൾ ഞാൻ വായിക്കുകയാണ്, ആശയമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി അടുത്ത അധ്യായം, ബാബു ദമ്മി ദിൽ വജ്ഹൈനി. അവിടെ എന്താ പറയുന്നത്? ദമ്മു ദിൽ വജ്ഹൈൻ. എന്താ ദമ്മ് എന്ന് പറഞ്ഞാൽ? ആക്ഷേപിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. ദമ്മ ആക്ഷേപിച്ചു, അതിന് നേരെ ഓപ്പോസിറ്റാണ് മദഹ, പ്രശംസിച്ചു. അപ്പം മദ്ഹ് പ്രശംസ, ദമ്മ് ആക്ഷേപം. അപ്പോൾ ദമ്മു ദിൽ വജ്ഹൈൻ, വജ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ? മുഖം. വജ്ഹൈനി എന്ന് പറഞ്ഞാലോ 2 മുഖം. ദിൽ വജ്ഹൈനി എന്ന് പറഞ്ഞാലോ 2 മുഖക്കാരനെ ആക്ഷേപിക്കൽ. അപ്പൊ ഇരുമുഖക്കാരനെ ആക്ഷേപിക്കൽ ഇസ്ലാമിന് കണ്ടുകൂടാത്തൊരു സ്വഭാവമാണത്. വലിയ ദുസ്വഭാവമാണ്. ഇവിടെ വന്നിട്ട് അയാളുടെ ആളാവുക, ഇപ്പുറത്ത് എന്നാൽ അവൻ്റെ ആളാവുക. നമ്മളെ നാട്ടിൽ പറയും മനഞ്ഞിൽ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളെ നാട്ടിലൊക്കെ പറയും ഒരു മത്സ്യം. അതിൻ്റെ തലയുടെ പ്രകൃതം പാമ്പിൻ്റെ പ്രകൃതമാണ്, വാലിൻ്റെ പ്രകൃതം മത്സ്യത്തിൻ്റെ പ്രകൃതമാണ്. അങ്ങനെ കണ്ടാൽ തല കണ്ടാത്തോണും പാമ്പാണ്, വാല് കണ്ടാത്തോണും മത്സ്യമാണ്. അപ്പോൾ അതേപോലത്തെ ഒരു സ്വഭാവം കാണിക്കുന്ന ആളുകളുണ്ടാകും. ഓരോയിടത്ത് ചെല്ലുന്നതിനനുസരിച്ച് തല കാണിച്ച് അവിടുത്തെ ആളായും വാല് കുലുക്കി കാണിച്ചു കൊടുത്തിട്ട് ഇവിടുത്തെ ആളായും ഒക്കെ കാണിക്കുന്ന ആളുകളുണ്ടാകും. ഇരുമുഖ നയം ഇസ്ലാം വളരെ ഗൗരവത്തോടെ എതിർത്തിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 108-ാമത്തെ ആയത്തിൽ പറയുന്നു, യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹി വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർദാ മിനൽ ഖൗൽ വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീതാ. എന്താ അവിടെ പറയുന്നത്?
യസ്തഖ്ഫൂന മിനന്നാസി, അവർ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. അവർ പാപങ്ങൾ ചെയ്യുമ്പോഴും ഗൂഢാലോചന നടത്തുമ്പോഴും ഒക്കെ മുനാഫിക്കീങ്ങളെ കുറിച്ച് പറയാണ്. അവർ തെറ്റുകൾ ചെയ്യുമ്പോഴും പാപങ്ങൾ ചെയ്യുമ്പോഴൊക്കെ, അതുപോലെ മറ്റുള്ളവർക്കെതിരെ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമെതിരെയൊക്കെ ഗൂഢാലോചനയൊക്കെ നടത്തുമ്പോൾ അവരെന്തു ചെയ്യും? യസ്തഖ്ഫൂന മിനന്നാസി, ജനങ്ങളിൽ നിന്നവർ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. അതേ അവസരത്തിൽ വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നവർക്ക് ഒളിച്ചു വെക്കാൻ കഴിയില്ല. വഹുവ മഅഹും, ആരാണ് അള്ളാഹ്? അള്ളാഹ് അവരുടെ കൂടെ എപ്പോഴും ഉണ്ട്. അവരുടെ എല്ലാം കാണും കേൾക്കും ചെയ്തുകൊണ്ട് അള്ളണ്ട്. ആ അള്ളാഹിനെ പറ്റിക്കാൻ അവർക്ക് കഴിയൂല. ഇത് യുബയ്യിതൂന, അവർ രാത്രികളിൽ ഗൂഢാലോചന നടത്തുകയാണ്. മാലാ യർളാ മിനൽ ഖൗലി, വാക്കുകളിൽ നിന്ന് തൃപ്തിപ്പെടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അവർ അത്തരം വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ രാത്രികളിൽ ഗൂഢാലോചന നടത്തുന്നു. അള്ളാഹു പറയാണ്, വകാനല്ലാഹു ബിമാ യഅമലൂന മുഹീതാ, അള്ളാഹു അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സൂക്ഷ്മമായി അവരെ വലയം ചെയ്തവനാണ്. അള്ളാഹ്ക്കെല്ലാം അറിയാം, ഇവരൊന്നും അറിയണില്ല എന്ന് വിചാരിച്ച് ഗൂഢാലോചന നടത്തി രാത്രികളിൽ സ്വകാര്യ മീറ്റിംഗ് കൂടി ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമെതിരെ മുനാഫിക്കുകൾ പല വേലകളും ചെയ്തിരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യും? പകൽ സമയത്ത് വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ വൈദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന, വിശ്വാസികളെ കണ്ടാൽ അവർ പറയും ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. വൈദാ ഖലൗ ഇലാ ശയാത്തീനിഹിം, അവരുടെ പിശാചുക്കളുടെ അടുക്കലേക്ക് അവർ ഒറ്റക്കായാലോ അവർ പറയും ഇന്നാ മഴക്കും, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമാണ് എന്ന് പറയും. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, അപ്പോൾ അവർ കേൾക്കൂലേ, പിന്നെ നിങ്ങളെന്താ അവരുടെ കൂടെ നിങ്ങളെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഈ പിശാചുക്കളോട് ഇവർ പറയും ഞങ്ങൾ വെറുതെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒപ്പം കൂടുന്നതാണ്, വെറുതെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരു പരിഹാസത്തിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ പോണതാണ്, മനസ്സ് ഞങ്ങൾക്ക് നിങ്ങളെ കൂടെ തന്നെയാണ് എന്നിങ്ങനെ മുനാഫിക്കുകൾ അവിശ്വാസികളോട് ഇങ്ങനെയും പറയും. വിശ്വാസികളെ കാണുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ഒപ്പാണ് എന്ന് പറയും. ഇത് തനിച്ച കാപട്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അതൊരു ഇരുമുഖ നയമാണ്. അതിനെ ഇസ്ലാം ഗൗരവത്തോടുകൂടെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ നമ്മൾ മുനാഫിക്കുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ഈ ആയത്തിന് മറ്റൊരു ഭാഷ്യം കൂടി അഥവാ ഒരു വിവരണം കൂടി നമ്മുടെ മനസ്സിൽ വരണം. പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആൾക്കാർ കാണുന്നുണ്ടോയെന്നേ നോക്കുള്ളൂ, അള്ള കാണുന്നുണ്ടോയെന്ന് നമ്മൾ നോക്കുന്നില്ല. കാരണം ആര് കാണുന്നില്ലെങ്കിലും വാതിലടച്ച് ഒറ്റക്കൊരു റൂമിലാക്കാൻ നോക്കും നമ്മൾ തിന്മ ചെയ്യുമ്പോൾ. എന്താണ്? ഒരാളും കാണാതിരിക്കാൻ. വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ആളുകളുടെ കാഴ്ചയേക്കാൾ അപ്പുറം, അതിനേക്കാൾ എല്ലാം മുമ്പ് റബ്ബ് കാണുന്നില്ലേ? അതാണ് അവർ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റുമോ? അവൻ അവരുടെ കൂടെ എപ്പോഴും ഇല്ലേ അവർ പറയുന്നത് കേട്ടുകൊണ്ടും പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ടും എന്ന ഒരു വിവരണം കൂടി ഈ സൂറത്തുൻ നിസാഇന്റെ 108 നിങ്ങൾ ഈ കേട്ട ആയത്തിൻ്റെ ആശയമായി നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്തിന്? തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാൻ. ആരൊക്കെ അറിഞ്ഞില്ലെങ്കിലും, ഒരാളും അറിഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന ഏത് തിന്മയും എൻ്റെ റബ്ബ് അറിയുന്നുണ്ട് എന്ന കൃത്യമായ ഒരു ഭയം നമ്മുടെ മനസ്സിലുണ്ടാകാൻ. ഇനി ഈ വിഷയത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചൊരു ഹദീസ്, അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, തജിദൂനന്നാസ മആദിന, ജനങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. മആദിന, മആദിൻ എന്ന് പറഞ്ഞാൽ എന്താ? മഅദിൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മആദിൻ. ഖനി എന്ന് നമ്മൾ പറയും. ഇപ്പോൾ സ്വർണം കുഴിച്ചെടുക്കുന്നത്, ഖനികളിൽ സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് സ്വർണം കുഴിച്ചെടുക്കും. ഇരുമ്പ് ഖനികളുണ്ടാകും, അവിടുന്ന് അയണാണ് എടുക്കുക. ചെമ്പിൻ്റെ ഖനികളുണ്ടാകും, അവിടുന്ന് അതാണ്. അതേപോലെ തന്നെ മറ്റേ അലുമിനിയം, ഇങ്ങനെ പല രൂപത്തിലുള്ള ലോഹങ്ങളുടെ ഖനികളുണ്ടാകും. അപ്പം അതാണ് മആദിൻ. ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖനികളോടാണ് ഇവിടെ തുല്യപ്പെടുത്തിയത്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഖനികളുണ്ടാകും എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ അവരുടെ തറവാടിത്തം കൊണ്ട് തന്നെ നല്ലവരുണ്ടാകും, നല്ല തറവാട്ടുകാരുണ്ടാകും, ചീത്തയായ തറവാട്ടുകാരും ഉണ്ടാകും, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാകും. ഖിയാറുഹും ഫിൽ ജാഹിലിയ്യ ഖിയാറുഹും ഫിൽ ഇസ്ലാം ഇദാ ഫഖഹു. എന്താ അവിടെ നബി തങ്ങൾ പറയുന്നത്? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നല്ലവരായ ആൾക്കാർ ഫിൽ ജാഹിലിയ്യ,
ജാഹിലിയ കാലത്ത് ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പും നല്ലവരായി ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. നല്ല തറവാട്ടിൽ പിറന്ന ആൾക്കാർ അവർ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നല്ല തറവാട്ടുകാരാണ്, മാന്യന്മാരാണ്. എങ്കിൽ ഖിയാറുഹും ഫിൽ ഇസ്ലാമി, അവർ ഇസ്ലാമിലേക്ക് വന്നാലും അവർ നല്ല മാന്യന്മാരായിരിക്കും. മുമ്പ് തറവാട് കൊണ്ട് നല്ല മേന്മയുള്ളവർ ഇസ്ലാമിലേക്ക് വരുവും കൂടെ ചെയ്താലോ അവർക്ക് ആ മേന്മയുടെ തിളക്കം വർദ്ധിക്കും. എപ്പോൾ? ഇദാ ഫഖ്ഹു, അവർ ദീന് മനസ്സിലാക്കിയാൽ. അപ്പം ദീന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നല്ലവരായ ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ദീന് മനസ്സിലാക്കിയിട്ട് ഇവിടെയും നല്ല നിലക്കുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുക. പിന്നെ പറയുന്നു വതജിദൂന ഖിയാറന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവരെ നിനക്ക് കാണാം. ഫീ ഹാദ ശൈനി, ഈ കാര്യത്തിൽ. ഏത് കാര്യത്തിൽ? അവിടെ നേതൃത്വത്തിലേക്ക് വരുന്ന, അധികാരം ലഭിക്കുന്ന കാര്യത്തിൽ, അധികാരം കിട്ടുന്ന കാര്യത്തിൽ, ശരിക്കും മനസ്സിലാക്കുക, അധികാരം ലഭിക്കുന്ന കാര്യത്തിൽ ജനങ്ങളിൽ ഏറ്റവും നല്ലവരെ നിനക്ക് എങ്ങനെയാണ് കാണുക? അശദ്ദഹും ലഹു കറാഹിയത്തൻ, അധികാരത്തോട് അവർക്ക് ഏറ്റവും വലിയ വെറുപ്പായിരിക്കും. ജനങ്ങളിൽ ഏറ്റവും നല്ലവരുടെ സ്വഭാവം അവർക്ക് അധികാരമോഹം ഉണ്ടാവില്ല എന്നാണ്. അധികാരത്തെ അവർക്ക് പേടിയായിരിക്കും. കാരണം അധികാരം ഒരു വലിയ, അധികാരം എന്ന് പറയുന്നത് അലങ്കാരമല്ല, അതൊരു ബാധ്യതയാണല്ലോ പരലോക കോടതിയിൽ എന്നോർത്തുകൊണ്ട് ഇമാറത്തിൻ്റെ, അധികാരത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ലവർക്ക് ഏറെ ഭയമുണ്ടാകും. മൂന്നാമത് പറഞ്ഞതാണ് നമ്മുടെ വിഷയവുമായിട്ടുള്ള ബന്ധം. അതെന്താണ്? നമ്മുടെ അധ്യായം എന്താണ്? ഇരുമുഖ നയം. വതജിദൂന, നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ശർറന്നാസി, ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടവന്മാരാരാണ്? ജനങ്ങളിൽ ഏറ്റവും ദുഷിച്ചവനാരാണ്? ദൽ വജ്ഹൈൻ, ഇരുമുഖമുള്ളവരാണ്, രണ്ട് മുഖം കൊണ്ട് നടക്കുന്നവനാണ്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കാണാൻ രണ്ട് മുഖമുണ്ട് എന്നാ? അല്ല, എല്ലാവർക്കും അറിയാം. പിന്നെന്താ ഇരുമുഖക്കാരനാണെന്ന് പറഞ്ഞാൽ? അല്ലദീ യഅ്തി ഹൗലാഇ ബിവജ്ഹിൻ, ഇക്കൂട്ടരുടെ അടുത്ത് അവൻ ഒരു മുഖം കൊണ്ട് ചെല്ലും. അല്ലദീ യഅ്തി, അവൻ ചെല്ലും, ഹൗലാഇ, ഇക്കൂട്ടരുടെ അടുക്കൽ, ബിവജ്ഹിൻ, ഒരു മുഖം കൊണ്ട്, വഹൗലാഇ ബിവജ്ഹിൻ, മറ്റേ കൂട്ടരുടെ അടുത്ത് വേറൊരു മുഖം കൊണ്ടും ചെല്ലും. വളരെ വ്യക്തമാണ്. അതാണല്ലോ രണ്ട് മുഖക്കാരൻ എന്ന് പറയുന്നത്. ഇവിടെയും അവിടെയും പോയിട്ട് മൂപ്പരെല്ലായിടത്തും ഉണ്ടാവും. ഇവിടെ ഒരു മുഖം ഒരാളായിട്ട്, അവിടെ പോയിട്ടൊരു മുഖം അവരുടെ ആളായിട്ട്. വലിയ ഷെറല്ലേ അവരെ കൊണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ ഏറ്റവും ഷെറുള്ളവനാണ്. ആ നയം ഉണ്ടാവാൻ പാടില്ല. എല്ലാവരുടെയും ആളാവുക, അവിടെയും കൊടുത്ത് അവിടെയും കൊടുത്ത് അവൾത്തിയ, അതൊരു തനിച്ച കാപട്യമാണ്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മനുഷ്യനൊരു സ്റ്റാൻഡ് ഉണ്ടാവണം, ഒരു നിലപാടുണ്ടാവണം. നിലപാടില്ലാത്തവൻ അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? ഞാൻ നിങ്ങളാളാണ്, അവിടെ എത്തുമ്പോൾ പറയും, ഇവിടെ നിന്ന് പറയും ഞാൻ നിങ്ങളാളാണ്. ഇത് കടുത്ത തെറ്റാണ്. ഒരു വിശ്വാസിക്കൊരിക്കലും ഇത് ചേർന്നതല്ല. ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയേറെ കോപത്തിന് കാരണമായി തീരുന്ന മഹാപാതകമാണ്. അതുകൊണ്ടല്ലോ ജനങ്ങളിൽ ഏറ്റവും ഷെറ് ആയവൻ എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, അടുത്ത മുഹമ്മദ് ബിൻ സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറയാണ്, അന്നനാസൻ ഖാലൂ ലി ജദ്ദിഹി അബ്ദുല്ലാഹി ബിൻ ഉമർ. അദ്ദേഹം ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ്റെ മകനാണ്, പേരക്കുട്ടി, ആ പരമ്പരയിലുള്ള ആളാണ്. അപ്പം അതിൽപ്പെട്ട മുഹമ്മദ് ഇബ്നു സയ്യിദ് അദ്ദേഹം പറയാണ്, ഒരിക്കൽ ആളുകൾ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വല്ലിപ്പയായ ഉപ്പാപ്പയായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ വന്നിട്ട് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നാ നദ്ഖുലു, തീർച്ചയായും ഞങ്ങൾ പ്രവേശിക്കാറുണ്ട്, അലാ സുൽത്താനിന, ഞങ്ങളുടെ ഭരണാധികാരികളുടെ സമീപത്ത്. ഞങ്ങളുടെ രാജാക്കന്മാർ, സുൽത്താൻ എന്ന് പറഞ്ഞാൽ രാജാവ്, അധികാരി. ഞങ്ങളുടെ ഭരണാധികാരികളുടെ അടുക്കൽ ഞങ്ങൾ കടന്നു ചെല്ലും, പ്രവേശിക്കും. എന്നിട്ട് ഫനഖൂലു ലഹും, ഞങ്ങൾ അവരോട് പറയും. എന്താ ഞങ്ങൾ പറയുക? ഖിലാഫ മാ നതകല്ലമു, ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ നേരെ എതിരാ അവിടെ പോയിട്ട് പറയാം. എപ്പോൾ സംസാരിക്കുന്നതിൻ്റെ? ഇദാ ഖറജ്നാ മിൻ ഇൻദിഹിം, ആ അധികാരികളുടെ സമീപത്തുനിന്ന് പുറപ്പെട്ടാൽ ഞങ്ങൾ പറയുന്ന വർത്തമാനങ്ങളുണ്ട്. ആ അധികാരിയുടെ അടുക്കൽ നിന്ന് പുറത്തേക്ക് പോന്നാൽ ഞങ്ങൾ സംസാരിക്കുന്ന ചില സംസാരങ്ങളുണ്ട്. ആ സംസാരത്തിൻ്റെ നേരെ എതിരാണ് ഞങ്ങൾ ഭരണാധികാരികളെ കണ്ടാ പറയുക. എന്ന് പറഞ്ഞാൽ എന്താ? ഭരണാധികാരികളെ കുറ്റാണ് പുറത്തു വന്നാൽ പറയാ,
അവരുടെ മുമ്പിൽ നിന്ന് പോന്നാൽ അവരെ കുറ്റം പറയും, അവരെ കാണുമ്പോൾ അവരെക്കുറിച്ച് നല്ലോണം പൊക്കി പറയുകയും ചെയ്യും. ഇങ്ങനെ ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ട് എന്ന് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനോട് ചില ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി എന്താ അദ്ദേഹം കൊടുത്ത മറുപടി? ഖാല, അദ്ദേഹം മറുപടി നൽകി, കുന്നാ നഉദ്ദു ഹാദാ നിഫാഖൻ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റവാഹുൽ ബുഖാരി. കുന്നാ നഉദ്ദു, ഞങ്ങൾ ഇത് എണ്ണിയിരുന്നത്, അദ്ദ യഉദ്ദു നഉദ്ദു, ഞങ്ങൾ എണ്ണിയിരുന്നത്, ഹാദാ, ഈ സ്വഭാവം ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഈ സ്വഭാവം ഉണ്ടല്ലോ, അധികാരികളുടെ മുമ്പിൽ എത്തുമ്പോൾ അവരെ സുഖിപ്പിച്ച് വർത്താനം പറയാം, അവരെടുക്കുന്ന പോരുമ്പോൾ അതിനെതിരെ നേരെ അവരെ കുറ്റവും പറയാം. ഈ പരിപാടി ഉണ്ടല്ലോ ആളുകൾക്ക്, അത് ഞങ്ങൾ കണക്കാക്കിയിരുന്നത് നിഫാഖൻ, തനിച്ച കാപ്പട്യമായിട്ടാണ്, അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത്. അപ്പോൾ അത് ഇരുമുഖതയാണല്ലോ, അവരെ കാണുമ്പോൾ ഒരാളാകുക, പുറത്തു വരുമ്പോൾ പുറത്തുള്ള ആൾക്കാരായിട്ട് മാറുക. അപ്പോൾ ഈ ഒരു ഇരുമുഖ നയം, അതും വളരെ ഗൗരവത്തോടുകൂടി ഒരു മുസ്ലിം സൊസൈറ്റിയിൽ ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ് എന്ന ഗൗരവത്തോടുകൂടെ ഈ ഹദീസ് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനോടുണ്ടായ സംസാരത്തിന് അദ്ദേഹം നൽകിയ ആ മറുപടിയിലും അതേ സന്ദേശം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാപട്യങ്ങളിൽ നിന്നും ഇരുമുഖ നയങ്ങളിൽ നിന്നുമെല്ലാം നമ്മുടെ മനസ്സുകളെ ശുദ്ധമാക്കി റബ്ബിന് തൃപ്തിപ്പെട്ട സ്വഭാവങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനും, റബ്ബിന് ഇഷ്ടമില്ലാത്ത ദുസ്വഭാവങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് യഥാർത്ഥമായ ഒരു സൽസരണിയിലൂടെ മുന്നോട്ട് പോയി അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്ന സജ്ജനങ്ങളിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അബദ്ധങ്ങളും അപാകതകളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.